നിങ്ങളും മനസ്സറിന് കൊടുത്തതല്ലേ? മനസ്സറിന് കൊടുത്തതല്ലേനോ? അങ്ങനെയല്ലേ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? കേട്ടോ? ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തും, പിണറായിന്റെ എത്തും, വേറെ എല്ലാവരുടെ എത്തും പെൻഷൻ കിട്ടിയിട്ട് മുക്കരെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല. അങ്ങനെ കളിക്കുന്നില്ലേ? അതേ മാതിരി ഞാൻ കയറിയിട്ട് കളിച്ച മുക്കരെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരുകയും ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ കീസയിലിടിയെന്നും പറഞ്ഞു, കീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു കീസയിലിട്ടെന്ന് ഞാൻ മനസ്സറിഞ്ഞ് കൊടുത്തല്ല. ജോലി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ്. അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനോട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതുകൊണ്ട് ഇപ്പൊ എന്താ ദോഷം ഉണ്ടായത്? ചെയ്തിട്ട് ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാം. അത് തന്നെ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമായിരിക്കുന്നത് ബാലുശ്ശേരിയിലെ മൊയ്തീൻ കായാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജാഥയിൽ പങ്കെടുത്ത് പെൻഷൻ പണം കൈമാറിയത് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടത് സഖാക്കളാണ് പ്രചരിപ്പിച്ചത്. പിന്നാലെ യഥാർത്ഥ വസ്തുതകൾ വെളിപ്പെടുത്തിക്കൊണ്ട് UDFക്കാരും രംഗത്ത് വന്നു. അവിടെയും വൈറലായത് മൊയ്തീൻ ക തന്നെയാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായി മാറിയ ബാലുശ്ശേരി സ്വദേശി വയോധികൻ പെൻഷൻ കൈമാറൽ വിഷയത്തിൽ വീണ്ടും വിശദീകരണവുമായി രംഗത്ത് വരികയുണ്ടായി. LDF ജാഥയിൽ പെൻഷൻ പണം നൽകിയത് പാർട്ടി പറഞ്ഞിട്ടാണ് എന്ന വിശദീകരണം തിരുത്തിക്കൊണ്ടാണ് മൊയ്തീൻ ക വീണ്ടും രംഗത്ത് വന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് പെൻഷൻ പണം നൽകിയത് എന്നാണ് മൊയ്തീൻ ക ഇപ്പോൾ പറയുന്നത്. പാർട്ടിയോടുള്ള കൂറുകൊണ്ടാണ് വേദിയിൽ വെച്ച് പണം കൈമാറിയത് എന്നും മനസ്സറിഞ്ഞ് തന്നെ നൽകിയ പണമാണ് എന്നും മൊയ്തീൻ ക പറയുന്നു. പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് LDF മേഖലാ ജാഥയുടെ വേദിയിൽ വെച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് സ്റ്റേജിൽ വെച്ച് പണം കൈമാറിയത് എന്നായിരുന്നു മൊയ്തീൻ ക ആദ്യം പുറത്തു വന്ന വീഡിയോയിൽ വ്യക്തമാക്കിയത്. സ്റ്റേജിൽ വെച്ച് MV ഗോവിന്ദന് പണം നൽകാൻ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. പണം പിന്നീട് തിരിച്ചു നൽകുമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ പണം തിരിച്ചു കിട്ടിയെന്നും മൊയ്തീൻ ക പറയുകയുണ്ടായി. താൻ മനസ്സറിഞ്ഞ് നൽകിയതല്ല പണമെന്നും സ്റ്റേജിൽ കയറാനായി ചെയ്തതാണ് എന്നും മൊയ്തീൻ ക പറഞ്ഞു. മൊയ്തീൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് പ്രദേശവാസിയായ ഒരാളായിരുന്നു ആ വീഡിയോ പകർത്തിയത്. MV ഗോവിന്ദന്റെ LDF മേഖലാ ജാഥ ബാലുശ്ശേരിയിൽ എത്തിയപ്പോഴുണ്ടായ സംഭവത്തിന്റെ വീഡിയോയാണ് വൈറലായത്. MV ഗോവിന്ദന് പെൻഷൻ പണം നൽകുന്ന മൊയ്തീന്റെ വീഡിയോ ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വ്യാപകമായി ഏറ്റെടുത്തു. പെൻഷൻ കിട്ടിയ പണമാണ്, അടുത്ത തവണ UDF വന്നാൽ ഇത് കിട്ടില്ല എന്നും LDF തന്നെ വീണ്ടും വരണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പെൻഷൻ പണം മൊയ്തീനിക്ക MV ഗോവിന്ദന് നൽകിയത്. എന്നാൽ പണം വാങ്ങിയതായി കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ നൽകിയ പണം തിരികെ മൊയ്തീന്റെ പോക്കറ്റിൽ തന്നെ ഇടുന്നതും ഈ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി MV ഗോവിന്ദന്റെ ജാഥയെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നു. ഇതെന്താ ട്രോൾ ജാഥയോ എന്ന വിധത്തിലാണ് ട്രോളുകൾ വന്നത്. പണം കൊടുക്കാൻ ഏർപ്പെടുത്തിയത് നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ആയതുകൊണ്ട് തന്നെ സംഗതി നാടറിഞ്ഞു എന്നാണ് ട്രോളുകൾ. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷമുള്ള മൊയ്തീൻ കയുടെ നിഷ്കളങ്കമായ പ്രതികരണമായിരുന്നു, ഞാൻ സ്റ്റേജിന്മേൽ കയറിയിട്ട് കളിച്ചതാ, നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞു നിങ്ങൾ ഈ പൈസ അയാളുടെ അടുത്ത് കൊടുക്ക്, അയാള് പൈസ തിരിച്ചു തരുമെന്ന്. അതുപോലെ തന്നെ കൊടുത്തു, അയാള് തിരിച്ചും തന്നു. സ്റ്റേജിൽ നടന്നതെല്ലാം നേതാക്കൾ പറഞ്ഞിട്ടാണ് എന്ന് മൊയ്തീൻ ക അങ്ങ് തുറന്നു പറഞ്ഞു. ഇതെല്ലാം തന്നെ കേട്ടു നിൽക്കുന്നവർ അടുത്ത പണിക്കുള്ള വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നുവെന്ന് പാവം മൊയ്തീൻ ക അറിഞ്ഞില്ല. എന്തായാലും പാർട്ടിയുടെ PR ഇത്രയും ശുദ്ധഗതിക്കാരനായ ഒരു മനുഷ്യനെ ഏൽപ്പിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ പാർട്ടി അനുഭാവികളടക്കം ചോദിക്കുന്നത്. മൊയ്തീൻ കയുടെ ശുദ്ധ മനസ്സങ്ങ് കോൺഗ്രസ് സൈബർ ആർമി ഏറ്റെടുക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ നിറയെ മൊയ്തീൻ കയുടെ സത്യസന്ധതയും CPMന്റെ പാളിപ്പോയ PR വർക്കും മാത്രം നിറയുകയാണ് ഇപ്പോൾ. ഈ വിഷയത്തിൽ CPMനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് KK രമ MLA. എന്തൊരു നാടകമാണ് ഗോവിന്ദൻ മാഷേ ഇതെന്ന് രമ ചോദിക്കുന്നു. വികസന മുന്നേറ്റ ജാഥ യഥാർത്ഥത്തിൽ പ്രഹസനമായി മാറുകയാണ്.
ഇതുപോലെ ആളുകളെ ചിരിപ്പിക്കാൻ ഒരു ജാഥ നടത്തുക എന്ന് പറയുന്നത് വലിയ സങ്കടം തോന്നുകയാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ നടത്തുന്നൊരു ജാഥയ്ക്ക് കുറച്ചൊരു ഗൗരവം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതൊരു ഏതോ ഒരാളെ പിടിച്ചിട്ട് അയാളുടെ കയ്യിൽ പൈസ കൊടുക്കുക, എന്നിട്ട് തിരിച്ച് സ്റ്റേജിൽ വെച്ചിട്ട് ജാഥ ക്യാപ്റ്റന് കൊടുക്കുക, അത് കുറച്ച് കഴിഞ്ഞ് അപ്പം തന്നെ കീശയിലിട്ട് കൊടുക്കുക. ഇത് എന്തൊരു നാടകമാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് വളരെ സങ്കടം തോന്നുകയാണ്. ദയനീയമായൊരു സ്ഥിതിയിലേക്കാണ് CPM എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിന് പല നാടകങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചീറ്റിപ്പോവുകയാണ്, എല്ലാം ആളുകൾ തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത്ര ആളുകളൊക്കെ വിജിലൻ്റായി ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സമയത്ത് ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ നടത്താൻ നാണമില്ലേ CPM നേതാക്കന്മാർക്ക് എന്നതാണ്. അവർ അല്പമെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെ നടത്തുമോ. അപ്പം ജനങ്ങൾ എങ്ങനെയെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമം നടത്തുകയാണ്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ആളുകൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഭരണത്തിനെതിരെ അതിശക്തമായ വികാരമാണ് എല്ലാ സ്ഥലത്തുമുള്ളത്. അത് ഒരു ജാഥ നടത്തിയതുകൊണ്ടും ഇതുപോലെ ഒരു നാടകം നടത്തിയതുകൊണ്ടും തിരിച്ചു വരാൻ സാധിക്കുന്നതല്ല. എത്രയും വേഗം പിണറായി ഗവൺമെൻറ് അധികാരം വിട്ടൊഴിയണം എന്നുള്ളത് കേരളത്തിലെ ഓരോ കുട്ടിയും തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, ജോലി കിട്ടാതെ അലയുന്ന, റാങ്ക് ലിസ്റ്റിലുൾപ്പെടെ വന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ എത്ര കുട്ടികളാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ആളുകളൊക്കെ അവർക്ക് ഒരു തരത്തിലും നിയമനം കിട്ടാതെ നെട്ടോട്ടം ഇടുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ജനം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര അത് ഈ കോഴിക്കോട്ടെ കുറ്റ്യാടിയിലേക്ക് എത്തിയ സമയത്ത് സ്റ്റേജിൽ ഉന്തും തള്ളുവായി മാറി. അതും വളരെ സോഷ്യൽ മീഡിയയിലേക്ക് വളരെ പരിഹസിക്കപ്പെട്ടു. അതുപോലെ ഒരു പടക്കം പൊട്ടുന്ന വീഡിയോ വെച്ച് ആളുകൾ സോഷ്യൽ മീഡിയ സൈബർ ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. അത് വിളിച്ച സമയത്ത് ഉള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ, കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ ജാഥ എന്നൊക്കെ പറഞ്ഞ വേദിയിലൊക്കെ ഒരുപാട് നേതാക്കന്മാരുണ്ടാകും. അപ്പം ആ സമയത്ത് അതിൻ്റെ കൺഫ്യൂഷനാണ് എന്നതാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും അത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതെ, കേരളത്തിലെ പോലീസ് ഭരണം, ആഭ്യന്തര വകുപ്പ് മുഴുവൻ പരാജയപ്പെട്ട സാഹചര്യമാണ് നമുക്ക് ഓരോ സംഭവത്തിലും കാണാൻ കഴിയുന്നത്. അത് ഏറ്റവും അവസാനമാണ് ഈ മാളിൽ വെച്ച് ആ ഒരു ചെറുപ്പക്കാരന് നേരെയുള്ള അതിക്രമങ്ങൾ, അത് SFIക്കാർ നടത്തിയത്. അതിനെതിരെ ഒരു ഏകപക്ഷീയമായി കേസെടുക്കുക, FIR ഇടുക, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും. അതെ, അതാ ആഭ്യന്തര വകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അത് പുതിയ സംഭവമല്ല. പോലീസിനെതിരെ വലിയ തോതിൽ പ്രതിരോധം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെയല്ല, ചില സംഗതികൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യല, ഞങ്ങൾ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് അവരാലോചിച്ച് തീരുമാനിക്കും. ഒന്നും തീരുമാനിച്ചില്ല, പാർട്ടി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. അല്ല, അങ്ങനെയല്ല, അതൊന്നല്ല, മറിച്ച് പേര് ഇഷ്ടം പോലെയുണ്ട്. എന്നാലും അത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും.